യുഎസ് മാർക്കറ്റുകളെല്ലാം കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തത് മൈനസാണ്. ഡൗ ജോൺസ് 0.25%, നാസ്ഡാക്ക് 0.83%, S&P 500 0.53% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ട്രംപ് ചൈനീസ് പ്രസിഡന്റുമായിട്ട് ചർച്ച നടത്തുന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. വ്യാപാര ചർച്ചകൾ തുടരും എന്ന കാര്യത്തിൽ മാത്രമാണ് തീരുമാനമായത്. ഇനി യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സ്റ്റീൽ, അലുമിനിയത്തിന്റെ താരിഫ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. ട്രംപിന്റെ തീരുമാനം ഏതാണ്ട് മെയ്യിൽ വന്നത് മുതൽ ഇറക്കുമതി നല്ല രീതിയിൽ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ ട്രേഡ് ബാലൻസും നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 3% കയറ്റുമതി കൂടിയപ്പോൾ ഇറക്കുമതി ഏതാണ്ട് 16.3% ഇടിഞ്ഞിട്ടുണ്ട്. തീരുവ കൂടുന്നതിന് മുമ്പ് ഇറക്കുമതിയിൽ വലിയ കുതിപ്പുണ്ടായതാണ്. പക്ഷെ അതിനുശേഷം നല്ല രീതിയിൽ ഡേറ്റകൾ മോശമായിട്ട് വരുന്നുണ്ട്. അമേരിക്കൻ എക്കോണമി പല രീതിയിൽ ഈ ട്രംപിന്റെ തീരുമാനങ്ങൾ ത്രെട്ട് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മറ്റു രാജ്യങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ട്രേഡ് നെഗോസിയേഷന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തയ്യാറാകുന്നു എന്നതും വളരെ പോസിറ്റീവാണ്. ഇതുകൂടാതെ ട്രംപും ഇലോൺ മസ്കും തമ്മിൽ സമൂഹ മാധ്യമങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്നുണ്ട്. ഇത് ടെസ്ല ഓഹരികളിൽ ഇത് ദൃശ്യമാണ്. ടെസ്ല ഓഹരികൾ ഇന്നലെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്യുന്നതിന് ഇത് കാരണമായി. ഇനി ഇന്ത്യൻ മാർക്കറ്റിന്റെ കാര്യം നോക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവാണ്. ട്രേഡ് അവസാനിപ്പിച്ച് 24,900 ഒരവസരത്തിൽ പോയ വിപണി വീണ്ടും 24,700 വന്ന് 24,750 അടുത്താണ് ക്ലോസ് ചെയ്തത്. റിയൽറ്റി, ഫാർമ, ഹെൽത്ത് കെയർ എല്ലാം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ PSU, മീഡിയ, ഓട്ടോ എല്ലാം നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. നാറ്റോ രാജ്യങ്ങൾ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ഫണ്ട് ചിലവഴിക്കണമെന്ന് US ഡിഫൻസ് സെക്രട്ടറിയുടെ പ്രസ്താവന ഡിഫൻസ് ഓഹരികളെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ്. ഇന്ത്യയിലെ ഡിഫൻസ് ഓഹരികൾ എല്ലാം ഇന്നലെ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിന് NBFCയിൽ സഹകരിക്കാൻ RBI അനുമതി നൽകിയിട്ടുണ്ട്. റാഫേലിന്റെ ചില ഭാഗങ്ങളൊക്കെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള സാങ്കേതിക കൈമാറ്റത്തിന് ഒരു ധാരണയായിട്ടുണ്ട്. ഇനി US ട്രേഡ് ബാലൻസ് ഡിക്ലൈൻ ചെയ്തതിന് മുമ്പ് സൂചിപ്പിച്ചു, സിൽവറിന്റെ പ്രൈസ് വീണ്ടും 13 വർഷത്തെ ഹൈലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ECB ഇന്നലെ റേറ്റ് കട്ട് ചെയ്തു. ഇന്ത്യ ഇനി റയർ എർത്ത് മെറ്റൽസിന് അതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇൻസെന്റീവ് കൊടുക്കുന്ന എന്നുള്ള കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. ഇന്ത്യയിലെ കോൾ ഔട്ട്പുട്ട്, അതായത് എനർജി ഔട്ട്പുട്ട് കുറയുന്നു എന്ന തരത്തിലുള്ള ന്യൂസ് ഉണ്ട്. റിന്യൂവബിൾ എനർജി ഇതിനു വേണ്ടിയിട്ട് പകരമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് വാർത്തയാണ്. ബജാജ് ഫിൻസർവ് ഏതാണ്ട് പ്രൊമോട്ടർമാർ 1.9% ഷെയർ സെല്ല് ചെയ്യുന്നു എന്ന തരത്തിൽ വാർത്തയുണ്ട്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ തന്നെയാണ്. 0.25% എന്നുള്ള ഓൾറെഡി മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. മൺസൂൺ ഫേവറബിൾ ആണ്. നമുക്ക് ഇൻഫ്ലേഷൻ, GDP, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എല്ലാം പോസിറ്റീവാണ്. അപ്പോൾ 0.25% ഓൾറെഡി ഡിസ്കൗണ്ട് ആണ്. 0.5% വന്നാൽ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു സർപ്രൈസ് ആണ്. മാർക്കറ്റ് കയറാൻ ഒരുപക്ഷെ അത് റേഞ്ച് ബ്രേക്ക്ഔട്ടിന് ഒരുപക്ഷെ കാരണമായേക്കാം. ഇനി അതുപോലെ തന്നെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് മറ്റൊരു തരത്തിൽ ഭീഷണിയാവുന്നുണ്ട്. ഇന്ത്യയിലെ ബാങ്കുകൾക്ക് ഡെപ്പോസിറ്റ് റേറ്റ് വളരെയധികം കുറയുന്നു എന്നുള്ള ഒരു ഡേറ്റയുണ്ട്. അപ്പോൾ അത്തരത്തിൽ വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നത് ഇത് കുറയാനുള്ള കാരണമാക്കിയേക്കാം. പക്ഷേ ബാക്കി ഇൻഡസ്ട്രികൾക്കെല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വളരെയധികം പോസിറ്റീവാണ്. ഇനി മറ്റു ഡേറ്റകൾ പുറത്തുനിന്ന് വരാനുള്ളത്, ECBയുടെ റേറ്റ് കട്ട് ഇന്നലെ ഉണ്ടായത് പറഞ്ഞു. ഈ ഹവർലി പേ റേറ്റ് US നിന്ന് വരാനുണ്ട്. അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ ഇന്ന് വരാനുണ്ട്. അതുപോലെ തന്നെ നോൺ ഫാം പേറോൾ ഡേറ്റയും US നിന്ന് വരാനുണ്ട്. ഇത്തരം ഡേറ്റകൾ